من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس قد جاءتكم موعظة من ربكم وشفاء لما في الصدور ورحمة للمؤمنين. قل بفضل الله وبرحمته فبذلك فليفرحوا هو خير مما يجمعون. وأيضا قال الله تعالى: يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ പ്രിയ വിശ്വാസിനികളെ, പടച്ച റബ്ബിൻ്റെ വിധിവിലക്കുകളും അവൻ്റെ നിയമ നിർദ്ദേശങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ അഖില മേഖലകളിലും സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് മുകളിൽ അത്യുന്നതനായ ഒരു നാഥൻ നമ്മെ സദാ വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടെ യഥാർത്ഥ മുത്തക്കികളായി ജീവിതം നയിച്ചു കൊള്ളണമേ എന്ന് ആദ്യമായി സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും സഗൗരവം ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പടച്ച റബ്ബ് നാം ഏവരെയും അവനിഷ്ടപ്പെട്ട അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഹ്ലാദത്തോടെയും ആനന്ദത്തോടെയും അള്ളാഹുവിൻ്റെ ഈ പരിശുദ്ധമായ മന്ദിരത്തിൽ ഒരുമിച്ച് കൂടിയതുപോലെ വേദനകളും ടെൻഷനുമില്ലാത്ത അനശ്വരമായ അള്ളാഹുവിൻ്റെ സ്വർഗം നേടിയെടുക്കുന്ന മഹാസൗഭാഗ്യവാന്മാരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മയും നമ്മുടെ മാതാപിതാക്കളെയും കുടുംബത്തെയും ഇതുപോലെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ കൈകളിൽ കെട്ടിയിരിക്കുന്ന വാച്ചും നാം ഉപയോഗിക്കുന്ന വാഹനങ്ങളും നമ്മുടെ മാർക്കറ്റിൽ നിന്ന് വിലപിടിപ്പുള്ള എന്തും നാം വില കൊടുത്ത് വാങ്ങുമ്പോൾ നാം അവരോട് ചോദിക്കും, ആ കമ്പനിയോട് ചോദിക്കും, എത്ര വർഷത്തെ ഗ്യാരണ്ടിയാണ് ഇതിനുള്ളത്? നാം ആ ഗ്യാരണ്ടി കാർഡ് അതിൻ്റെ വർഷവും ദിവസവുമൊക്കെ അടയാളപ്പെടുത്തി നാം നമ്മുടെ വീട്ടിലത് പ്രത്യേകം സൂക്ഷിച്ചു വെക്കും. നാം വില കൊടുത്തു വാങ്ങുന്ന ആ സാധനത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഇത്ര വർഷം അതിന് ഗ്യാരണ്ടി ഉണ്ട് എന്ന ആ കാര്യം ബോധ്യപ്പെടുത്തിക്കൊണ്ട് ആ പ്രശ്നത്തെ പരിഹരിക്കുന്നതിന് വേണ്ടി. എന്നാൽ പ്രിയമുള്ളവരെ, ഈ ലോകത്ത് പലതിനും ഗ്യാരണ്ടി ഉണ്ട് എങ്കിലും നമ്മുടെ ജീവന് യാതൊരു ഗ്യാരണ്ടിയുമില്ല. ഉമ്മയുടെ ഉദരത്തിൽ നിന്ന് നാം പ്രസവിച്ചു വീഴുന്ന ആ ദിവസം മുതൽ ജീവിതം ആരംഭിച്ചതാണ്. നമ്മുടെ മക്കളുടെയും പേരമക്കളുടെയും ഒക്കെ ജനിച്ച തീയതിയും സമയവും ദിവസവും സ്ഥലവുമെല്ലാം രേഖപ്പെടുത്തിക്കൊണ്ട് ബർത്ത് സർട്ടിഫിക്കറ്റിലെല്ലാം വളരെ കൃത്യമായിരിക്കും. എന്നാൽ ആ സർട്ടിഫിക്കറ്റിൻ്റെ ഭാഗത്ത് നമ്മുടെ ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന നമ്മുടെ മരണത്തിൻ്റെ തീയതി അവിടെ ഇല്ല. ഈ ലോകത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യർക്കും ഒരു മധ്യസ്ഥർക്കും അറിയില്ല ഞാൻ എന്നാണ് ഈ ലോകത്ത് നിന്ന് വിടവാങ്ങുന്നത് എന്ന്. അത് പണക്കാരനാണെങ്കിലും പണിക്കാരനാണെങ്കിലും ശരി, അത് തൊഴിലാളിയാണ് എങ്കിലും മുതലാളിയാണ് എങ്കിലും ശരി, ഈ ലോകത്ത് ജീവിക്കുന്ന എത്ര വലിയ ശതകോടീശ്വരനാണെങ്കിലും ശരി, ഫോക്സ് മാഗസിനിൽ ഈ ലോകത്തിൻ്റെ ഏറ്റവും വലിയ സമ്പന്നനെന്ന് 1-ാം നമ്പർ പേരുള്ള വ്യക്തിയാണെങ്കിലും ശരി, മരണത്തിൻ്റെ സമയമാകുമ്പോൾ ഈ ലോകത്ത് നിന്ന് വിടവാങ്ങേണ്ടി വരും.
നമ്മളെല്ലാവരും കണ്ടതാണ്. ഇറാനിന്റെ പ്രസിഡന്റ് ആയിരുന്ന ഇബ്രാഹിം റഈസി എന്ന് പറയുന്ന ഇറാനിന്റെ പ്രസിഡന്റും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന 8 മനുഷ്യജീവനും അവരന്ന് പ്രഭാതത്തിൽ ആകാശ സീമകളിൽ സൂര്യകിരണങ്ങൾ പ്രകാശിച്ചപ്പോൾ ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് നമ്മുടെ ആത്മാവ് വേർപെട്ടു പോകുമെന്ന് ഒരിക്കലും അവർ ചിന്തിച്ചിട്ടില്ല. ആ ഹെലികോപ്റ്റർ സ്റ്റാർട്ട് ചെയ്ത് ആകാശ സീമകളിലേക്ക് അത് പറന്നുയർന്നപ്പോ ഈ യാത്ര എൻ്റെ അവസാനത്തെ വിടവാങ്ങലാണ് എന്ന് തൻ്റെ കുടുംബത്തിൽ നിന്നും തൻ്റെ വീടിൻ്റെ ഉമ്മറത്തു നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോ അവർ ചിന്തിച്ചിട്ടുണ്ടാവുകയില്ല. പക്ഷേ നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ ഒരു ചിന്തയുണ്ട്, കുറെ അധികം കാലം നാം ഇവിടെ ജീവിക്കും. നമ്മുടെ മക്കളുടെയും പേരമക്കളുടെയും ഒക്കെ വിവാഹം കഴിഞ്ഞ് ഈ വാർദ്ധക്യത്തിൽ ഈസി ചെയറിൽ ചാരിയിരിക്കുമ്പോ പെട്ടെന്നൊരു രോഗം വന്ന് നാം മരണപ്പെട്ടു പോകുമെന്നൊക്കെയാണ് നാം ചിന്തിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇത്തരം മരണങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഈ ലോകത്ത് നമ്മുടെ ജീവനും ജീവിതത്തിനും യാതൊരു ഗ്യാരണ്ടിയുമില്ല. അള്ളാഹു വിളിക്കുമ്പോൾ നാം ഒക്കെ മടങ്ങിപ്പോകേണ്ടവരാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് നിന്ന് വിടവാങ്ങുന്നതിനെ കുറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത് നിങ്ങൾ എവിടെ വെച്ച് മരണപ്പെടുന്നു എന്നല്ല, ഏത് സന്ദർഭത്തിൽ മരണപ്പെടുന്നു എന്നല്ല. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹ്, ഒരു സത്യവിശ്വാസി അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടതുപോലെ സൂക്ഷിക്കണമെന്ന് അള്ളാഹു പറഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞത് നിങ്ങൾ എവിടെ വെച്ച് ഏത് സമയത്ത് മരണപ്പെടുകയാണെങ്കിലും വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ, വിശ്വാസികളായിക്കൊണ്ടല്ലാതെ. ഈ ലോകത്ത് 10-70 വർഷം നാം ഇവിടെ ജീവിച്ചിട്ടും ജീവവായുവും നമുക്ക് അന്നവും നൽകിയ റബ്ബിനെ തിരിച്ചറിയാതെ 90 വർഷം ഇവിടെ ജീവിച്ചിട്ട്, അതെ, ഇസ്ലാം എന്ന് പറയുന്ന മതം, കുറെ മതങ്ങൾ ഇവിടെയുണ്ട്. ആ മതങ്ങളുടെ കൂട്ടത്തിൽ ഒരു മതം പുരോഹിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന ചില നാട്ടാചാരങ്ങളും ചില ആചാരങ്ങളും ഒക്കെ ഉൾക്കൊണ്ട് ഇതൊക്കെ സത്യമാണോ എന്ന ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു യഖീനില്ലാതെ എങ്ങനെയെങ്കിലും മരണപ്പെട്ടു പോകുന്നതിനെ കുറിച്ചല്ല അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമീങ്ങളായിക്കൊണ്ടാണ് ഈ ലോകത്ത് നിന്ന് വിടവാങ്ങേണ്ടത്. ഇത്തരമൊരു സന്ദർഭത്തിൽ നാം മനസ്സിലാക്കേണ്ടത്, പ്രിയമുള്ളവരെ, നമ്മളൊക്കെ എത്ര സൗഭാഗ്യവാന്മാരാണ്. ഇസ്ലാമിനെ കുറിച്ച് മാത്രമല്ല, ഈ ലോകത്തിന്റെ സൃഷ്ടാവ് ഏകനാണെന്നും ആ റബ്ബിന്റെ മുന്നിലാണ് ഞാൻ സാഷ്ടാംഗം പ്രണാമം ചെയ്യേണ്ടതെന്നും എൻ്റെ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കേണ്ടത് എൻ്റെ റബ്ബിനോടാണെന്നും തിരിച്ചറിയാനുള്ള മഹാസൗഭാഗ്യം കിട്ടിയവരാണ് നമ്മളൊക്കെയും. ഈ ലോകത്ത് വലിയ സമ്പന്നന്മാരായിരുന്ന, വലിയ അറിവുണ്ട് എന്ന് നടിച്ചിരുന്ന, വിശാലമായ വിജ്ഞാനത്തിന്റെ വാതായനം തുറക്കപ്പെട്ടവർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പലർക്കും കിട്ടാത്ത വലിയൊരു അനുഗ്രഹമാണ് അള്ളാഹുവിനെ തിരിച്ചറിയാൻ കഴിയുക എന്നുള്ളത്. ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ കഴിയുക എന്നുള്ളത്. ഈ ആകാശ സീമകളിൽ നിന്നും മഴത്തുള്ളികൾ വർഷിക്കുമ്പോഴും അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ചോദിച്ചു, അഫറഅയ്തുമുൽ മാഅല്ലദീ തശ്റബൂൻ, നീ കുടിക്കുന്ന ജലഗണത്തെ കുറിച്ച് നീ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ, ആകാശത്തിന്റെ വിരിമാറുകളിൽ നിന്ന് ഈ വീഴുന്ന മഴത്തുള്ളികൾ അത് നിങ്ങളാണോ ആകാശത്ത് നിന്ന് വർഷിപ്പിച്ചത്? അതല്ല, അം നഹ്നുൽ മുൻസിലൂൻ, നാമാണോ ഇത് വർഷിപ്പിച്ചത്? ഒരു മുവഹിദിന്, ഒരു വിശ്വാസിക്ക്, ഒരു മുത്തഖിയായ മനുഷ്യന് അറിയാം, ആകാശത്ത് നിന്ന് വർഷിക്കുന്ന ഒരു മഴത്തുള്ളിക്ക് അല്ലാഹു അല്ലാത്ത
ഒരു ആൾക്കും ഇതിന് യാതൊരു അർഹതയുമില്ല. ഇതിനെ സംവിധാനിപ്പിച്ചവൻ റബ്ബ് സുബ്ഹാനഹു വ തആലയാണെന്നറിയും. ശക്തമായ മഴ ആകാശത്ത് നിന്ന് വർഷിക്കുമ്പോഴും ഒരു മുവഹിദിന്റെ, ഒരു മുത്തഖിയുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്നത് ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവുണ്ട്. ആ സൃഷ്ടാവുണ്ട് എന്നുള്ളതിന്റെ വലിയ ഒരു ഉദാത്തമായ ദൃഷ്ടാന്തമാണ് ആകാശത്ത് നിന്ന് വർഷിക്കുന്ന ഈ മഴത്തുള്ളികൾ. ഇതെന്തൊരു മഴയാണ്, ഇതെന്തൊരു ദുരന്തമാണ് എന്നല്ല ഒരു വിശ്വാസിയുടെ നാവിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ, പടച്ച റബ്ബേ ഈ മഴയെ നീ അനുഗ്രഹമാക്കണമേ. ജനങ്ങൾക്കും ജീവജാലങ്ങൾക്കുമൊക്കെ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രൂപത്തിൽ അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ എന്നാണ് ഒരു മുഅ്മിനിന്റെ ഹൃദയം മഴ വർഷിക്കുമ്പോ, മഴ ശക്തമാകുമ്പോ പ്രാർത്ഥിക്കുന്നത്. കാരണം ഇതിനെ നിയന്ത്രിക്കുന്നവൻ, ഇതിനെ കൺട്രോൾ ചെയ്യുന്നവൻ അല്ലാഹുവാണ് എന്നുള്ളൊരു ഊഹമല്ല, ദൃഢമായ ഒരു ബോധ്യമുള്ളവനാണ് ഒരു വിശ്വാസി. എന്നാൽ ഈ ഹിദായത്ത് എന്ന വലിയ അനുഗ്രഹമാണ് പ്രിയമുള്ളവരെ ഈ ലോകത്ത് അല്ലാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ സൗഭാഗ്യം. ഈ ആറ്റിങ്ങൽ ടൗണിൽ വലിയൊരു കോംപ്ലക്സ് ഉണ്ട്, വലിയൊരു ഓഡിറ്റോറിയം ഉണ്ട്, വലിയൊരു കൺവെൻഷൻ സെന്റർ ഉണ്ട്. ഇതൊന്നുമല്ല നമ്മുടെ ജീവിതത്തിന്റെ വലിയ അനുഗ്രഹം. നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം അള്ളാഹുവിനെ തിരിച്ചറിയാൻ, അള്ളാഹു മാത്രമാണ് ആരാധ്യൻ എന്ന് തിരിച്ചറിയാൻ, ഏതേത് സന്ദർഭങ്ങളിലും ഏത് സാഹചര്യങ്ങളിലും എൻ്റെ ആത്മാവ് വേർപെടുന്ന സാഹചര്യത്തിലും എനിക്ക് ശ്വാസതടസ്സം അനുഭവപ്പെട്ട് ഇനി ഞാൻ ജീവിതത്തിലേക്ക് മടങ്ങി വരില്ല എന്ന് ബോധ്യമുള്ളപ്പോഴും ഹൃദയത്തിന്റെ ഉള്ളിൽ അല്ലാഹു അല്ലാതെ ഒന്നിനെയും പ്രാർത്ഥിക്കാതെ വിളിക്കാതെ എൻ്റെ റബ്ബാണ് ഈ പ്രപഞ്ചത്തിന്റെ നാഥനെന്നും അവനിലേക്കാണ് ഞാൻ മടങ്ങിപ്പോകുന്നത് എന്നുമുള്ള ബോധ്യം നമുക്കുണ്ടാകണം. അല്ലാഹു നമുക്ക് ചെയ്ത ഏറ്റവും വലിയൊരു അനുഗ്രഹം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഹിദായത്താണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം, അങ്ങകലെ ഇറാഖിൽ നിന്ന് നികുതിയുടെ ഭാഗമായി ധാരാളം ഒട്ടകങ്ങൾ അറേബ്യയിലേക്ക് വന്നു. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവും അദ്ദേഹത്തിന്റെ മൗലായും അദ്ദേഹത്തിന്റെ ഭൃത്യനും കൂടിയിട്ട് ആ ഒട്ടകങ്ങളെ ഇങ്ങനെ ധാരാളം ഒട്ടകങ്ങളുണ്ട്, അതിങ്ങനെ എണ്ണി തിട്ടപ്പെടുത്തുകയാണ്. ഇത് കണ്ടിട്ട് ഉമർ റളിയല്ലാഹു അൻഹു അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഈ സമയത്ത് അദ്ദേഹത്തിന്റെ മൗല, അദ്ദേഹത്തിന്റെ ഭൃത്യൻ പറഞ്ഞു, യാ അമീറുൽ മുഅ്മിനീൻ ഹാദാ മിൻ ഫളിലില്ലാഹി വറഹ്മതിഹി. അമീറുൽ മുഅ്മിനീൻ, ഇത് അല്ലാഹുവിന്റെ ഫളിലും അവന്റെ കാരുണ്യവുമാണ്. ആ സമയം മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കദിബ്ത യാ മൗലായ്, താങ്കൾ പറഞ്ഞത് കളവാണ്. ലൈസ ഹുവ ഹാദാ, ഇതല്ല ജീവിതത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം. ഈ താൽക്കാലികമായ ലോകത്ത് നമുക്ക് കിട്ടുന്ന ഈ താൽക്കാലിക വിഭവങ്ങളല്ല ജീവിതത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം, ഇതൊന്നുമല്ല. എന്നിട്ട് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു സൂറ യൂനുസിന്റെ 57-ാമത്തെ വചനം തന്റെ ഭൃത്യനിലേക്ക് ഓതി കൽപ്പിച്ചു കൊടുക്കുകയാണ്. ഞാൻ ഖുതുബയുടെ ആമുഖമായി ഓതി വെച്ച ആ വചനം, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഖദ് ജാഅതുകും മൗഇളതും മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ. ഖദ് ജാഅതുകും മൗഇളതും മിർ റബ്ബികും, നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള ഒരു സതുപദേശം നിങ്ങൾക്ക് വന്നിരിക്കുന്നു. വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ, ഹൃദയത്തിന്റെ വേദനകൾക്ക്, മാനസികമായ സംഘർഷങ്ങൾക്ക് പരിഹാരമായി കൊണ്ട് അല്ലാഹുവിൽ നിന്നുള്ള സതുപദേശം വന്നിരിക്കുന്നു. വഹുദം വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, ഇത് സന്മാർഗവും കാരുണ്യവുമാണ് അല്ലാഹുവിന്റെ പടച്ച റബ്ബിൽ വിശ്വസിക്കുന്ന മുത്തഖീങ്ങൾക്ക്. ഖുൽ, നബിയെ പറയുക, ബിഫളിലില്ലാഹി വബിറഹ്മതിഹി, അല്ലാഹുവിന്റെ ഫളലും അവന്റെ കാരുണ്യവും കൊണ്ടാണ് നമ്മളൊക്കെ ഈ ഹിദായത്തിന് അർഹരായത്. അതുകൊണ്ട് ഫബിദാലിക ഫൽയഫ്റഹു,
അതിനാൽ വിശ്വാസികൾ സന്തോഷിച്ചു കൊള്ളട്ടെ. ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. നിങ്ങൾ ഈ താൽക്കാലികമായ ലോകത്ത് ഒരുമിച്ച് കൂട്ടുന്ന വിഭവങ്ങളെക്കാൾ നിങ്ങൾക്ക് കിട്ടിയ ഈ ഹിദായത്ത് ഉണ്ടല്ലോ, അതാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിലെ വചനം ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ ഭൃത്യനെ ഓതി കേൾപ്പിക്കുകയാണ്. ഈ ജുമാ ഖുതുബയിൽ ഞാനത് ഓർമ്മപ്പെടുത്തിയത് നമ്മുടെ ജീവിതത്തിൻ്റെ താൽക്കാലികമായ ഈ ലോകത്തെ വിഭവങ്ങളും സാമ്പത്തികമായ അഭിവൃദ്ധിയും ഈ ലോകത്ത് കാണുന്ന അനുഗ്രഹങ്ങളൊക്കെയും പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ വളരെ വലുതായി നാം ഗണിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഇതൊന്നുമല്ല അനുഗ്രഹം. ഏറ്റവും വലിയ അനുഗ്രഹം അള്ളാഹുവിൻ്റെ സതുപദേശം സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് പറഞ്ഞത് മൗഇളത്തും മിർ റബ്ബിക്കും ഖദ് ജാഅതുകും മൗഇളത്തും മിർ റബ്ബിക്കും. പടച്ച റബ്ബിൽ നിന്ന് നിങ്ങൾക്ക് ദാ സതുപദേശം വന്നിരിക്കുന്നു. മാത്രമല്ല വശിഫാഉൽ ലിമാ ഫിസ് സുദൂർ. നമ്മുടെ മനസ്സുകൾക്ക്, നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെ ഖുതുബ ശ്രദ്ധിക്കുമ്പോൾ പോലും സാമ്പത്തികമായ എന്തെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ അത് നമ്മുടെ മനസ്സിനെ വല്ലാതെ ഒരിഞ്ഞു മുറുക്കും. നമ്മുടെ വീട്ടിലെ മാതാപിതാക്കൾക്കോ മക്കൾക്കോ വല്ലാത്ത രോഗങ്ങൾ വന്നണഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ സംഘർഷം നമ്മെ വല്ലാതെ പിടിച്ചു കൊടുക്കും. അള്ളാഹു പറയുകയാണ്, ഒരു മുത്തഖിയായ മനുഷ്യന് അള്ളാഹു ഈ ഹിദായത്തിലൂടെ നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം വശിഫാഉൽ ലിമാ ഫിസ് സുദൂർ. അവന്റെ ഹൃദയത്തിന് ഒരു ശമനവും സമാധാനവും സക്കീനത്തും ഉണ്ടാകും. ആടുജീവിതത്തിലെ നജീബ് എന്ന സഹോദരനോട് സൗദി അറേബ്യയിൽ അദ്ദേഹം ഒരുപാട് കാലം ആടുകളെ മേച്ചുകൊണ്ട് ഒറ്റപ്പെട്ട് വല്ലാത്ത പരീക്ഷണങ്ങളിൽ ആ ആടുജീവിതം എന്ന കഥാപാത്രത്തിലെ ആ നജീബിന്റെ മുന്നിൽ ഒരുപാട് വാർത്താ അവതാരകന്മാർ ഇന്റർവ്യൂ ചെയ്തു. ആ മുസ്ലിമായ സഹോദരനോട് ചോദിച്ചു, ആ മരുഭൂമിയിൽ ആടുകളുമായി ഒറ്റപ്പെട്ട് ഇനി ഒരിക്കലും ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ കഴിയില്ല എന്ന് ധരിച്ചപ്പോ എന്തേ നിങ്ങൾ ആത്മഹത്യ ചെയ്യാത്തത്, എന്താണ് നിങ്ങൾ സൂസൈഡ് ചെയ്യാത്തതെന്ന് ചോദിക്കുമ്പോ ആ നജീബ് എന്ന ഇസ്ലാമികമായി വലിയ ജ്ഞാനമൊന്നുമില്ലെങ്കിലും അദ്ദേഹത്തിന്റെ അറിവ് വെച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, എന്റെ മതം, എന്റെ വിശ്വാസം അത് അനുവദിക്കുന്നില്ല. എവിടെ നിന്നാണ് പ്രിയമുള്ളവരെ ആ മുസ്ലിമായ വിശ്വാസിയായ സഹോദരൻ മാധ്യമങ്ങളുടെ മുന്നിൽ അവര് വല്ലാതെ അത്ഭുതത്തോടുകൂടി നിങ്ങൾ ചോദിക്കുമ്പോഴും ആ നജീബ് എന്ന സഹോദരൻ പറഞ്ഞത്, ഞാൻ ആട്ടിൻകൂട്ടങ്ങളിൽ നോക്കുമ്പോൾ പല ആടുകളെയും പാമ്പ് വന്ന് കടിച്ചിട്ട് മരണപ്പെട്ടു പോകാറുണ്ട്. ഞാൻ ആ മണൽപ്പരപ്പിൽ ഇറങ്ങിക്കിടക്കും, എന്നെ വന്ന് പാമ്പ് കടിക്കുകയാണെങ്കിൽ അങ്ങനെയെങ്കിലും മരിക്കട്ടെ, പാമ്പുകൾക്കും എന്നെ വേണ്ട. പക്ഷെ ആ സഹോദരൻ ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കാത്തതെന്ന് ചോദിക്കുമ്പോ അദ്ദേഹം കൊടുത്ത മറുപടി, എന്റെ മതവും എന്റെ വിശ്വാസവും അതിനനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ ഹൃദയത്തിന്റെ ഈ വിശ്വാസവും ഈ കാണുന്ന സമാധാനവും സക്കീനത്തും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്നത് ഈ ഹിദായത്ത് കൊണ്ടാണ് പ്രിയമുള്ളവരെ. പക്ഷേ ഈ ഹിദായത്തിന്റെ വ്യാപ്തി നമ്മൾ അറിയുന്നില്ല, ഈ ഹിദായത്തിന്റെ മഹത്വം നാം അറിയുന്നില്ല. ഈ ഹിദായത്തിലേക്ക് കടന്നു വന്ന സഹോദര സമുദായങ്ങളിൽ നിന്ന് കടന്നു വന്ന വ്യക്തികൾ പലരും പറയുന്നത് നമുക്ക് അത്ഭുതത്തോടുകൂടി കേൾക്കാൻ കഴിയും. ഞാൻ സ്വസ്ഥമായി വിശ്രമിക്കാൻ തുടങ്ങിയത്, രാത്രിയിൽ ശാന്തമായി ഉറങ്ങാൻ തുടങ്ങിയത് അള്ളാഹുവിന്റെ ഈ ഹിദായത്ത് കിട്ടിയതിന് ശേഷമാണ്. റബ്ബിനെ കുറിച്ച് എനിക്കറിയാൻ കഴിഞ്ഞതിന് ശേഷമാണ്. 10-30 വർഷക്കാലം സൗദി അറേബ്യയിൽ ജോലി ചെയ്തിരുന്ന സഹോദര സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തി, അപ്പോൾ അദ്ദേഹത്തിന് ഹിദായത്തൊന്നും കിട്ടിയില്ല. വീണ്ടും ദാരിദ്ര്യവും പ്രതിസന്ധിയും ഒക്കെ വരുമ്പോൾ രണ്ടാമതും അദ്ദേഹം വലിയൊരു ഹോട്ടലിന്റെ മാനേജരായിക്കൊണ്ട് അദ്ദേഹം സൗദി അറേബ്യയിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് അദ്ദേഹത്തിന്റെ ജോലിക്കിടയിൽ ഏതോ ഒരു മനുഷ്യൻ ഹോട്ടൽ മുറിയിൽ ഉപേക്ഷിച്ചു പോയ വിശുദ്ധ ഖുർആനിന്റെ ഒരു വചനം അദ്ദേഹം അതെടുത്തു വായിച്ചു. ആ വിശുദ്ധ ഖുർആനിനെ കുറിച്ച് അദ്ദേഹം പഠിക്കാനും ചിന്തിക്കാനും തയ്യാറായി. തിരുവനന്തപുരത്തുകാരനായ ആ സഹോദരൻ അള്ളാഹുവിലുള്ള വിശ്വാസിയായി മാറുകയാണ്.
അദ്ദേഹം വിശ്വാസിയായി പ്രഭാത നമസ്കാരത്തിന് കടന്നു വന്നിട്ട് ഒരിക്കൽ എന്നോട് പറഞ്ഞത്, ഞാൻ രാവിലെ സുബഹിക്ക് വരുമ്പോ എൻ്റെ സുഹൃത്തുക്കളിൽ പലരും രാവിലെ നടക്കുന്നുണ്ട് അവരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനു വേണ്ടി, ഈ ലോകത്തെ അവരുടെ ശാരീരികമായ ക്ഷമത നിലനിർത്തുന്നതിനു വേണ്ടി. അപ്പോഴാണ് ആ വണ്ടിയിലിരുന്ന് ഞാൻ ചിന്തിച്ചു പോയത്, എൻ്റെ ഈ ശാരീരികമായ ഈ ഭൗതികമായ ലോകത്തെ സംരക്ഷണവും മരണാനന്തരമുള്ള അനശ്വരമായ ലോകത്തുള്ള സുരക്ഷിതത്വവുമാണ് എനിക്ക് ഈ യാത്രയിലൂടെ അള്ളാഹു നൽകിയ വലിയൊരു അനുഗ്രഹം. കോവിഡ് വന്നിട്ട് അദ്ദേഹത്തിന് ശ്വാസതടസ്സം അനുഭവപ്പെടുമ്പോ അദ്ദേഹം വാട്സാപ്പ് മെസ്സേജിലൂടെ പറഞ്ഞു, ഞാൻ റബ്ബിനോട് പ്രാർത്ഥിച്ചു, റബ്ബേ എനിക്ക് ശ്വാസതടസ്സം അനുഭവപ്പെടുന്നുണ്ട്, ജീവിതം ഹൈറാണെങ്കിൽ എന്നെ നീ ജീവിപ്പിക്കുക, മരണമാണ് ഹൈറെങ്കിൽ ഒരു നല്ല മരണം തരുക. ആ സഹോദരനോട് പറഞ്ഞു, ഇതൊരു ചെറിയ ഒരു പരീക്ഷണമാണ്, ഈ പ്രാർത്ഥന ജീവിതത്തിന്റെ അവസാനത്തിലാണ് താങ്കൾ പ്രാർത്ഥിക്കേണ്ടതെന്ന് പറയുമ്പോ, ഇല്ല ഉസ്താദേ, എനിക്കത് മനസ്സിലായി, എനിക്ക് ശാരീരികമായി നല്ല ബുദ്ധിമുട്ടുണ്ട്, എനിക്കൊരു വിഷമവുമില്ല, ഞാനൊരു മുവഹിദായിക്കൊണ്ട് ഈ ഹിദായത്ത് എന്ന അനുഗ്രഹം എനിക്ക് കിട്ടി, എൻ്റെ റബ്ബ് എനിക്ക് നൽകി, എനിക്കൊരു പ്രയാസവുമില്ല, എൻ്റെ ആത്മാവിനെ സ്വീകരിക്കാൻ എൻ്റെ റബ്ബുണ്ട് എന്ന ദൃഢമായ ഒരു ബോധ്യമുണ്ട്. ആ മുവഹിദായ ആ സഹോദരൻ എല്ലാ ദിവസവും രാവിലെ വിശുദ്ധ ഖുർആനിന്റെ ഏതെങ്കിലും ചില വചനങ്ങൾ അദ്ദേഹത്തിന്റെ കുടുംബങ്ങളിലേക്കും ബന്ധുക്കളിലേക്കും ഒക്കെ പ്രബോധനം ചെയ്യും. പക്ഷേ ഇസ്ലാമിന്റെ പാരമ്പര്യമായ നമ്മുടെ കുടുംബങ്ങളിൽ ജനിച്ചു വളർന്ന നാം ജുമാ ഖുതുബ കേൾക്കുന്നുണ്ട്, 5 നേരവും നമസ്കരിക്കുന്നുണ്ട്. നാം അറിഞ്ഞ ഈ സത്യം, നമുക്ക് കിട്ടിയ ഈ ഹിദായത്ത് നാം മറ്റുള്ളവരിലേക്ക് പ്രബോധനം ചെയ്യുന്നുണ്ടോ പ്രിയമുള്ളവരെ? നാം മനസ്സിലാക്കിയ ഈ വെളിച്ചം മറ്റുള്ളവർക്ക് കിട്ടാൻ, മറ്റുള്ളവർക്ക് അവർക്കും കൂടി ഈ വെളിച്ചം കിട്ടണമെന്ന ബോധ്യം വരുന്നുണ്ടോ? എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ ഭാര്യ മാതാവ് മരണപ്പെട്ടപ്പോ ആ മരണക്കിടക്കയിൽ ആ ഉമ്മ നന്നായി നമസ്കരിക്കുന്നവരാണ്. പക്ഷേ ആ മരണസമയത്ത് ആ ഉമ്മ വിളിച്ചു പറഞ്ഞത് ബദ്രീങ്ങളെ എന്നാണ് വിളിച്ചു പറഞ്ഞത്. ഞാനത് കേട്ടു. അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കളുടെ ആ ഉമ്മയോട് പറഞ്ഞില്ലേ അല്ലാഹു ആരാണെന്ന്? താങ്കൾ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തില്ലേ? അതൊന്നും ഉൾക്കൊള്ളാൻ തയ്യാറല്ല. അവരത് ഉൾക്കൊള്ളട്ടെ, ഉൾക്കൊള്ളാതിരിക്കട്ടെ. വമാ അലൈനാ ഇല്ലൽ ബലാഉൽ മുബീൻ. ഈ വ്യക്തമായ ഒരു സന്ദേശം, ഈ വെളിച്ചം, മരണത്തിനപ്പുറമുള്ള സമാധാന ജീവിതത്തിന് ഈ ഹിദായത്ത് അനിവാര്യമാണ് എന്ന് പ്രിയമുള്ളവരെ, ഈ വെളിച്ചം കിട്ടിയവർ, ഈ ഹിദായത്ത് കിട്ടിയവർ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നത് ദാഹിച്ചു വരുന്ന ഒരു മനുഷ്യന് വെള്ളം കൊടുക്കുന്നത് പോലെ അള്ളാഹുവിനെ കുറിച്ച്, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ കുറിച്ച് അവർ സ്വീകരിക്കട്ടെ സ്വീകരിക്കാതിരിക്കട്ടെ, പക്ഷേ നമ്മുടെ ഡ്യൂട്ടി നാം നിർവഹിക്കണം. റോഡിലൂടെ ഒരു സഹോദരൻ വണ്ടിയിൽ സ്റ്റാൻഡ് തട്ടാതെ യാത്ര ചെയ്യുമ്പോ നാം വിളിച്ചു പറയും, വണ്ടിയുടെ സ്റ്റാൻഡ് തട്ടിയിട്ടില്ല, അയാൾ അപകടത്തിൽപ്പെടും. രാവിലെ സുബഹി നമസ്കാരത്തിലേക്ക് വരുമ്പോ ലൈൻ കമ്പി പൊട്ടി റോഡിൽ കിടപ്പുണ്ട്, പെട്ടെന്ന് പള്ളിയിലേക്ക് പോയില്ലെങ്കിൽ എൻ്റെ റക്അത്ത് നഷ്ടപ്പെടും. ആ സമയത്തും നാം വിളിച്ച് ഇലക്ട്രിസിറ്റി ബോർഡിൽ അറിയിച്ചു, ലൈൻ കമ്പി പൊട്ടി കിടക്കുകയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യൻ അതിലേക്ക് ചവിട്ടിയാൽ മരണം സംഭവിക്കും. അതുപോലെ ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ അല്ലാഹുവിനെ അറിയാതെ ഏറ്റവും വലിയ ദുരന്തത്തിലേക്ക്, നരകാഗ്നിയിലേക്ക് ചാടുന്ന മനുഷ്യരെ ബോധവൽക്കരണം നടത്തേണ്ടത് വമാ അലൈനാ ഇല്ലൽ ബലാഉൽ മുബീൻ. പ്രിയമുള്ളവരെ, നമ്മുടെ നിർബന്ധമായ കർത്തവ്യമാണ് നമ്മൾ 5 നേരം നമസ്കരിക്കുന്നത് പോലെ, നോമ്പ് പിടിക്കുന്നത് പോലെ നാം മനസ്സിലാക്കിയ ഈ സത്യം, നാം ഉൾക്കൊണ്ട ഈ സത്യം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. നാളെ പരലോകത്തെത്തുമ്പോ അദ്ദേഹത്തിന്റെ അയൽവാസിയായി ഞാൻ ജീവിച്ചു. എൻ്റെ കുടുംബത്തിൽ നിന്നാണ് അദ്ദേഹം വിവാഹം ചെയ്തത്. ഞങ്ങളുടെ എല്ലാ വിഷയങ്ങളിലും അദ്ദേഹം അഭിപ്രായം പറയാറുണ്ട്. ഒരിക്കലും അദ്ദേഹം പറഞ്ഞില്ല, അല്ലാഹുവല്ലാത്ത ഈ മഹാന്മാരോടും മഹത്തുക്കളോടും, ഈ പുരോഹിതന്മാർ പഠിപ്പിക്കുന്ന അബദ്ധ വിശ്വാസങ്ങളിൽ നിന്ന് മാറി, സഹോദര, താങ്കൾക്ക് യഥാർത്ഥ വിശ്വാസം എന്തെന്ന് ഞാൻ ഖുർആനിലൂടെ പഠിപ്പിച്ചു തരാം എന്നൊരിക്കലും ഇദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല എന്ന് പറയുമ്പോൾ റബ്ബിന്റെ മുന്നിൽ നാം സമാധാനം പറയേണ്ടി വരും.
ഞാനും എൻ്റെ കെട്ടിയോളം കുട്ടിയോളം ഹിദായത്തിലായാൽ മാത്രമെന്ന ചിന്തയല്ല നമുക്ക് വേണ്ടത്. നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ അയൽവാസികളിൽ, ഈ പ്രദേശത്തുള്ള വിശ്വാസികൾക്കൊക്കെയും ഈ വെളിച്ചം കിട്ടേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു, ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന. ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന. ഉദ്ഉ, നിങ്ങൾ വിളിക്കണം, നിങ്ങൾ ക്ഷണിക്കണം, ഇലാ റബ്ബിക, അല്ലാഹുവിലേക്ക്. അല്ലാഹു ആരാണെന്ന് പറഞ്ഞു കൊടുക്കുന്നതിലേക്ക്. എങ്ങനെയാണ് വിളിക്കേണ്ടത്? ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന, തത്വജീഷ്ണതയോടുകൂടി അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളും ആയാത്തുകളും പറഞ്ഞു കൊടുത്തുകൊണ്ട്, നല്ല ഉപദേശം അവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട്, ഈ വെളിച്ചത്തിലേക്ക്, ഈ പ്രകാശത്തിലേക്ക്, ഈ മഹിതമായ സമാധാന സന്ദേശത്തിലേക്ക് നിങ്ങൾ അവരെ വിളിക്കണം. വിശുദ്ധ ഖുർആനിലൂടെ ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രം അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. അവരുടെ കുടുംബത്തെ കുറിച്ച് അല്ലാഹു പറയുന്നില്ല, അവരുടെ ഗോത്രത്തെ കുറിച്ച് അല്ലാഹു പറയുന്നില്ല, അവരുടെ കുടുംബ പാരമ്പര്യത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് അല്ലാഹു പറയുന്നില്ല. അവര് നടത്തിയ പ്രബോധനത്തെ കുറിച്ചാണ്, അവര് നടത്തിയ ദഅവത്തിനെ കുറിച്ചാണ് പറയുന്നത്. മഹാനായ നൂഹ് അലൈഹിസ്സലാമിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞത്, വലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി. നൂഹ് നബി അലൈഹിസ്സലാമിനെ അദ്ദേഹത്തിന്റെ ജനതയിലേക്ക് അല്ലാഹു നിയോഗിച്ചു. ഫലബിസ ഫീഹിം അൽഫ സനതൻ ഇല്ലാ 50 ആമ. അദ്ദേഹം ആ ജനതക്കിടയിൽ ജീവിച്ചു. നൂഹ് നബി അലൈഹിസ്സലാം തന്റെ ജനതക്കിടയിൽ ജീവിച്ചു. 950 വർഷക്കാലം അല്ലാഹു ഏകനാണ് എന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ സന്ദേശം സൃഷ്ടാവിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചിട്ട് അദ്ദേഹത്തിന് എന്താ കിട്ടിയത്? വിരലിലെണ്ണാവുന്ന മനുഷ്യരാണ്, വിരലിലെണ്ണാവുന്ന വിശ്വാസികളാണ്. സ്വന്തം ഭാര്യയും മകനും പോലും, സ്വന്തം കുടുംബം പോലും അദ്ദേഹത്തിൽ വിശ്വസിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹം അല്ലാഹു ഏൽപ്പിച്ച ആ റിസാലത്ത്, ആ ദഅവത്ത് അദ്ദേഹം നിർവഹിക്കുകയുണ്ടായി. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്ന പ്രവാചകന്മാരുടെ ഗോത്രത്തെ കുറിച്ചോ മാതാപിതാക്കളെ കുറിച്ചോ അല്ല ഖുർആൻ അഡ്രസ് ചെയ്യുന്നത്. ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത് അവർ നിർവഹിക്കുന്ന ദഅവത്താണ്. വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, തീർച്ചയായും മനുഷ്യരൊക്കെയും തീരാ നഷ്ടത്തിലാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഇല്ലല്ലദീന ആമനു, ഈ സത്യം മനസ്സിലാക്കിയ വിശ്വാസികൾ ഒഴികെ. ഈ സത്യം മനസ്സിലാക്കി വിശ്വസിച്ചുകൊണ്ട് അവരുടെ ജീവിതം മുൻപോട്ട് പോവുകയല്ല. വഅമിലുസ് സ്വാലിഹാത്തി, നല്ല കർമ്മങ്ങൾ അവർ പ്രവർത്തിക്കും. പിന്നെയോ വതവാസൗ ബിൽ ഹഖ്, അവർ അറിഞ്ഞ ഈ സത്യം, അവർ അറിഞ്ഞ ഈ വെളിച്ചം, അവർക്ക് കിട്ടിയ ഈ ഹിദായത്ത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും, മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കും. സ്വാഭാവികം അവർ അറിയാത്തത് കൊണ്ട്, അവർക്ക് ഇതിനെ കുറിച്ച് യാതൊരു ധാരണയും ഇല്ലാത്തത് കൊണ്ട് അവർ അവരുടെ പുരോഹിതന്മാരിൽ നിന്ന് ചെറുപ്രായം മുതലേ കെട്ടുപഠിച്ചത് കൊണ്ട് അവർ അതിനോട് വിമുഖത കാണിക്കാനും, അവർ ഇതിനോട് വൈമനസ്യം കാണിക്കാനും ഉപദ്രവങ്ങളും ഒക്കെ ഉണ്ടാകും. അപ്പോൾ അല്ലാഹു പറഞ്ഞത്, അവർ ദഅവത്ത് ചെയ്യും, ഉപദ്രവങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോ അവർ സഹനതയുള്ളവരാണ്, അവർ പ്രതികാര നടപടി എടുക്കുന്നവരല്ല. അവർ ഈ അറിവില്ലാത്ത പാമരങ്ങളെ കുറിച്ച് ഇവർ മുഴുവനും മുശ്രിക്കീങ്ങളാണെന്ന് പറയുകയല്ല. അവർക്ക് ഗുണകാംക്ഷയോടുകൂടി ഈ തൗഹീദിലേക്ക്, ഈ വെളിച്ചത്തിലേക്ക് അവർ കൊണ്ടുവരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി ഈ തൗഹീദും ഈ ഹിദായത്തും ജീവിതാന്ത്യം വരെ തകർന്നു പോകാതെ, റബ്ബനാ ലാ തുസിഗ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ, റബ്ബേ ഞങ്ങൾക്ക് നൽകി ഈ ഹിദായത്ത് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് നീ ഊരിക്കളയരുതേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് നീക്കരുതേ. യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനായ അല്ലാഹുവേ, സബ്ബിത് ഖൽബി അലാ ദീനിക്, എൻ്റെ ഹൃദയത്തെ ഈ ദീനിൽ, ഈ ഇസ്ലാമിൽ, ഈ സത്യത്തിൽ നാഥ ഉറപ്പിച്ചു നിർത്തേണമേ എന്ന് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കിട്ടിയ ഈ ഹിദായത്ത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും അല്ലാഹുവിന്റെ ദീനിന്റെ പ്രബോധകരും പ്രചാരകരുമായി നാളെ പരലോകത്ത് റബ്ബിനെ കണ്ടുമുട്ടുമ്പോ ഈ സഹോദരൻ കാരണമാണ്, ഈ സഹോദരി കാരണമാണ് എനിക്ക് ഈ ഹിദായത്ത് കിട്ടിയത് എന്ന് റബ്ബിന്റെ മുന്നിൽ ഒരുപാട് പേർ നമുക്ക് വേണ്ടി വാദിക്കുന്നവരായി അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള മഹാസൗഭാഗ്യം നമുക്കൊക്കെയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.